വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ സെറ്റ് ബോട്ടണി റിവിഷൻ നോട്ടിന്റെ ഒരു ഫസ്റ്റത്തെ ക്ലാസ് ആണ്. അതായത് ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള റിവിഷൻ ആയിരിക്കും ഇടുന്നുണ്ടായിരിക്കുക. അതിൽ യൂണിറ്റ് 1 ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോംസ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം ഒന്ന് പറഞ്ഞ് റിവിഷൻ ആയിട്ട് കടന്നു പോകുന്നതായിരിക്കും. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്ലാസ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോകാം. ഈ ഒരു യൂണിറ്റ് ആദ്യം പഠിക്കാനുള്ളത് ബാക്ടീരിയ ആണ്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പോർഷൻസ് ആണ് പഠിച്ചിട്ടുള്ളത് നോക്കാം. ഒന്നാമത് ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കും ആണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസം ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്താണ് ട്രൂ ന്യൂക്ലിയസ് ആബ്സെന്റ് ആണ്. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും ആബ്സെന്റ് ആണ്. ഓക്കെ, മെംബ്രെയിൻ ബൗണ്ട് ആൻഡ് ട്രൂ ന്യൂക്ലിയസ് ബാക്ടീരിയക്ക് ആബ്സെന്റ് ആണ്. കാരണം അവയെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അവയുടെ മോർഫോളജി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് വിബ്രിയോ കോളറി എന്നൊക്കെ പറയുന്ന കോമ ഷേപ്ഡ് ആയിട്ടുള്ള വിബ്രിയോ ഷേപ്ഡ്, റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ളത്, ദെൻ കോക്സൈ ഷേപ്പ് ആയിട്ടുള്ളത്, അങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻസ് ഓഫ് ബാക്ടീരിയ പഠിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റെയിനിങ് ബേസ് ചെയ്തിട്ട് ഗ്രാം നെഗറ്റീവ് ആൻഡ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ, ഇവയുടെ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക് അതിൻ്റെ കൂടെ പ്ലാന്റ് സാപ്പിയൻസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ അത് നേരെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. ദെൻ ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ട്, ദെൻ മെറ്റബോളിസം, മോളിക്കുലാർ ക്യാരക്ടേഴ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്ലജലയുടെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് എട്രൈക്കസ്, ട്രൈക്കസ് ആയിട്ടുള്ള ആംഫിട്രൈക്കസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷനും ബാക്ടീരിയയുടെ കേസിൽ വരുന്നുണ്ട്. അതും എല്ലാം എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി പണ്ടേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ ഡിഫറൻഷിയേഷൻ ആണ്. സ്റ്റെയിനിങ് ഏതാണ് കൂടുതൽ, ദെൻ സയനോ ബാക്ടീരിയ, അത് ആൽഗയ്ക്കും ആ ഒരു ബാക്ടീരിയക്കും ഇടയിലായിട്ട് വരുന്ന അല്ലെങ്കിൽ രണ്ടിലും വരുന്ന ഒരു കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ ഒരു സയനോ ബാക്ടീരിയനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ ആർക്കി ബാക്ടീരിയ, ആക്ടിനോമൈസിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ബാക്ടീരിയയുടെ ടിപ്പിക്കൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനും നിങ്ങൾ പഠിച്ചു പോകേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്ടീരിയയുടെ അൾട്രാ സ്ട്രക്ചർ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അൾട്രാ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറമേ ബാക്ടീരിയക്ക് എന്തുണ്ട്, ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് സ്ലൈം ലെയർ എന്നുള്ള പേരുണ്ട്. അറ്റാച്ച്മെന്റിനും പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ്. അതിന്റെ താഴെയായിട്ട് സെൽ വോൾ, ഒരു ഷേപ്പും, അതായത് ബേസ്റ്റിംഗ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൽ വോൾ ഉണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നുണ്ട്. അത് സെമി പെർമിയബിൾ ആയിട്ടുള്ള മെറ്റബോളിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റൻസിന്റെ മൂവ്മെന്റിനെ സഹായിക്കുന്ന ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. അതിന്റെ ഉള്ളിലായിട്ട് കുറെ എൻസൈംസും റൈബോസോംസും കുറെ ഇൻക്ലൂഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു സൈറ്റോപ്ലാസം ഉണ്ട്. ഓക്കെ, സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ആയിരിക്കും. അതായത് പ്രിമിറ്റീവ് ന്യൂക്ലിയസിനെയാണ്, ബാക്ടീരിയയിൽ കാണുന്ന പ്രിമിറ്റീവ് ന്യൂക്ലിയസിനെയാണ് ന്യൂക്ലിയോയിഡ് എന്ന് പറയുന്നത്. കാരണം അവയ്ക്ക് ഒരു ന്യൂക്ലിയർ എൻവലപ്പ് ഒന്നും പ്രസന്റ് അല്ല. ജസ്റ്റ് ആ ഒരു ബാക്ടീരിയൽ ക്രോമസോം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ന്യൂക്ലിയോയിഡ് ആണ് ബാക്ടീരിയയിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അത് കൂടാതെ ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA മോളിക്യൂൾ, ഡബിൾ DNA ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA മോളിക്യൂൾസ് പ്രസന്റ് ആണ്. അവ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ആണ് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. റൈബോസോംസ് പ്രസന്റ് ആണ് അല്ലെ, അവ 70S ടൈപ്പ് ആണ്. പ്രോട്ടീൻ സിന്തസിസിന് ഇൻവോൾവ് ചെയ്യുന്നത്. സ്റ്റോറേജിനും റിസർവ് മെറ്റീരിയൽസിനും വേണ്ടിയിട്ട് കുറെ ഇൻക്ലൂഷൻ ബോഡീസും കൂടി ഈ ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചറിൽ പ്രസന്റ് ആയിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവയുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോങ് ആയിട്ടുള്ള ഫ്ലജെല്ലോ ആണ്. ഓക്കെ, ലോക്കോമോട്ടറി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫ്ലജെല്ലോ ആണ്. അതിൽ ഫ്ലജെല്ലിൻ എന്ന് പറയുന്ന മോളിക്യൂൾസ് ആണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ക്ലാസ് ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവയുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയ എന്ന് പറയുന്നത് മോണോട്രൈക്കസ് ഉണ്ട്, അതൊരു സിംഗിൾ ഫ്ലജെല്ലാണ്. ആംഫിട്രൈക്കസ് രണ്ട് പോൾസിലായിട്ട്, ഈ ഒരു പോളിലും രണ്ട് പോളിൽ മാത്രമായിട്ട് ഫ്ലജെല്ല കാണുന്നതിനാണ് ആംഫിട്രൈക്കസ്. ലോഫോട്രൈക്കസ് എന്ന് പറയുന്നത് ഒരു പോളിൽ തന്നെ ടഫ്റ്റ് ഓഫ് ഫ്ലജെല്ല, ഈ ഒരു പിക്ചറിൽ കാണിച്ച പോലെ തന്നെ ഒരു പോളിൽ മാത്രം ടഫ്റ്റ് ഓഫ് ഫ്ലജെല്ലയാണ് ലോഫോട്രൈക്കസ്. പെരിട്രൈക്കസ് എന്ന് പറയുന്നത് എൻറ്റയർ ആയിട്ടുള്ള ബോഡിയിൽ ഫ്ലജെല്ലം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പെരിട്രൈക്കസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പിലി അല്ലെങ്കിൽ ഫിംബ്രി എന്ന് പറയുന്നത്. ഇതൊരു ടൈപ്പ് ഓഫ് ഫ്ലജെല്ല തന്നെയാണ്, പക്ഷേ സെക്സ് ആ ഒരു റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പിലി അല്ലെങ്കിൽ ഫിംബ്രി എന്ന് പറയുന്നത്. ഓക്കെ, പിലി എന്ന് പറയുന്നത് അതിൽ ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ്. ബാക്ടീരിയൽ സർഫേസിൽ ത്രൂ ഔട്ട് കാണുന്ന ഷോർട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചർ ആണ് പിലി എന്ന് പറയുന്നത്. അതിൽ സർഫേസിൽ അറ്റാച്ച്മെന്റിനാണ് ഫിംബ്രിയെ സഹായിക്കുന്നത്. ഈ ഒരു പിലിയിൽ തന്നെ സെക്സ് പിലി ഉണ്ട്, അതാണ് ബാക്ടീരിയൽ കോഞ്ചുഗേഷനിൽ ഇംപ്രൂവ് ചെയ്തിട്ടുള്ളത്.
ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. Then the F pillars എന്ന് പറയുന്നത് ആ ഒരു കോൺജുഗേഷന്റെ സമയത്ത് ജനറ്റിക് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഡോണറിൽ നിന്ന് റെസിപ്പിയന്റിലോട്ട് ഒരു കണക്ഷൻ വേണമല്ലോ. ആ ഒരു കണക്ഷനെ സഹായിക്കുന്ന പൈലേഴ്സ് ആണ് അല്ലെങ്കിൽ പിലിയാണ് എഫ് പൈലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു ബാക്ടീരിയയുടെ സ്ട്രക്ചർ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ബാക്ടീരിയയുടെ മെറ്റബോളിസം ആണ്. പലതരത്തിലുള്ള ന്യൂട്രീഷൻ ബാക്ടീരിയയിൽ നടക്കുന്നുണ്ട്. ഓട്ടോട്രോഫിക് ആണ്, ഫോട്ടോ ഓട്ടോട്രോപ്പ് ആണ്, കീമോ ഓട്ടോട്രോപിക് ഉണ്ട്, ഹെറ്ററോട്രോപിക് ആയിട്ടുള്ളതും സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക്, സിംബയോട്ടിക്, അങ്ങനെ വേരിയസ് ആയിട്ടുള്ള മെറ്റബോളിസം കാണുന്നുണ്ട്. അതുകൂടാതെ റെസ്പിറേഷൻ, എയറോബിക്, അനറോബിക് ആൻഡ് ഫാക്കൾട്ടേറ്റീവ് ഉണ്ട്. എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളും ആയിട്ടുള്ളതാണ്. ഇവിടെ റീപ്രൊഡക്ഷൻ മെയിൻ ആയിട്ട് എന്താ, ബൈനറി ഫിഷൻ ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട്. ഒന്ന് രണ്ടായിട്ട് അവർ രണ്ട് സിസ്റ്റർ ബാക്ടീരിയ ആയിട്ട് മാറുന്ന ബൈനറി ഫിഷൻ ഉണ്ട്. സം ബാക്ടീരിയക്ക് ചില തരത്തിലുള്ള എൻഡോസ്പോസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ബാക്ടീരിയൽ കോൺജുഗേഷൻ ഒക്കെ, ട്രാൻസ്ഫോർമേഷൻ, ബാക്ടീരിയൽ കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ എന്നുള്ള പ്രോസസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയൽ ഗ്രോത്ത് ആ ഒരു കർവ് ബേസ് ചെയ്തിട്ട് പഠിക്കണം. ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് കർവ് യൂസ് ചെയ്തിട്ടാണ് ബാക്ടീരിയ ഗ്രോത്ത് യൂസ്വലി പഠിക്കുന്നത്. അതല്ല, ഫേസ് ഒന്ന് ഏറ്റവും ആദ്യം ആ ഒരു കണ്ടീഷനിൽ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടല്ലോ, ഇനീഷ്യൽ ഫേസ് കഴിഞ്ഞ് ആദ്യത്തെ ഫേസ് ഒരു അഡാപ്റ്റേഷൻ ആണ്. അപ്പൊ ലാഗ് ഫേസ് ആണ്, അത്ര പെട്ടെന്ന് വളരില്ല. ആ ഒരു ലാഗ് ഫേസ് കഴിഞ്ഞാൽ പിന്നീടാണ് എക്സ്പോണൻഷ്യൽ അല്ലെങ്കിൽ ലോഗ് ഫേസ് എന്ന് പറയുന്നത്. റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്. അതായത് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് എന്ത്, ലാഗ് ഫേസ്. അതിനുശേഷം ഈ ഒരു കാറ്റഗറി ആണ് ലോഗ് എന്ന് പറയുന്നത്, റാപ്പിഡ് സെൽ ഡിവിഷൻ. ഈ ഒരു കാറ്റഗറി ആണ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്, സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ഈക്വൽ ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ആയിരിക്കും, ഡെത്ത് റേറ്റും ഗ്രോത്ത് റേറ്റും ഈക്വൽ ആയിരിക്കും. അതിനുശേഷം ആ ഒരു ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സഡൻ ആയിട്ടുള്ള ഒരു ഡിക്രീസ് ഉണ്ടായിരിക്കും. അതാണ് ഡെത്ത് ഫേസ് അല്ലെങ്കിൽ ഡിക്ലൈൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി ഈ ഒരു ബാക്ടീരിയയിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷന്റെ സമയത്ത് ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യുന്നത്? അതിൽ ഒന്നാമത്തേതാണ് ട്രാൻസ്ഫോർമേഷൻ. ഇതാണ് ട്രാൻസ്ഫോർമേഷന്റെ ഇമേജ് എന്ന് പറയുന്നത്. അതായത് ഫ്രീ നേക്കഡ് ആയിട്ടുള്ള DNA എൻവയറമെന്റിൽ നിന്ന് ബാക്ടീരിയൽ സെല്ലിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അവിടെ സർഫേസ് വഴി കയറുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയോഫേജ്. ഓക്കെ, ബാക്ടീരിയോഫേജ് വഴി DNA ബാക്ടീരിയത്തിന്റെ ഉള്ളിലോട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ഡക്ഷൻ. കോൺജുഗേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആണ്. ജനറ്റിക് മെറ്റീരിയൽ രണ്ട് ബാക്ടീരിയസിന്റെ സെൽ ടു സെൽ കോണ്ടാക്ട് തമ്മിലാണ്. അവയ്ക്കാണ് എഫ് പ്ലാസ്മിഡ് അല്ലെങ്കിൽ സെക്സ് പൈലസ് അല്ലെങ്കിൽ എഫ് പൈലസിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബാക്ടീരിയയുടെ കേസിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. രണ്ടാമത്തെ കാറ്റഗറി ആണ് വൈറസുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജിക്കൽ പസിൽസ് എന്ന് പറയുന്ന വൈറസുകളെ കുറിച്ചാണ് നെക്സ്റ്റ് രണ്ടാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. അവ എന്താണ്, സെല്ലുലാർ ആയിട്ടുള്ള ഇൻഫെക്ഷസ് ഏജന്റ് ആണ്. അവയ്ക്ക് മെയിൻ ആയിട്ട് ഒരു ന്യൂക്ലിക് ആസിഡ് പ്രസന്റ് ആണ്. അപ്പൊ ഒരു പ്രോട്ടീൻ കോട്ടിൽ എൻകോപ്സുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോട്ടീൻ കോട്ട്, അതിന്റെ ഉള്ളിൽ ന്യൂക്ലിക് ആസിഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അവ എന്തുകൊണ്ടാണ് അവ ബയോളജിക്കൽ പസിൽ എന്ന് പറയുന്നത്? അവ ആക്ച്വലി അസെല്ലുലാർ ആണ്. പക്ഷെ ഒരു ലിവിങ് ബോഡിയുടെ ഉള്ളിൽ കയറിയാൽ മാത്രമേ, ഒരു ലിവിങ് ഹോസ്റ്റിന്റെ ഉള്ളിൽ കയറിയാൽ അവയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിസീസ് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അവ ഒബ്ലിഗേറ്റ് ആയിട്ടുള്ള ഇൻട്രാ സെല്ലുലാർ പാരസൈറ്റ്സ് ആണ്, നമ്മളുടെ ലിവിങ് ബോഡിയുടെ ഉള്ളിൽ ജീവിക്കുന്നതാണ്. ഇനി വൈറസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അവയുടെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA അല്ലെങ്കിൽ RNA ആണ്. അത് ബേസ് ചെയ്തിട്ട് പലതരത്തിലുള്ള വൈറസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വൈറസിന്റെ ഏറ്റവും പുറമേ കാണുന്ന ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്ന ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ത്രൂ ഔട്ട് കുറേ തോൺസ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് കാണുന്ന ഇതിനെയാണ് നമ്മൾ ക്യാപ്സിഡ് എന്ന് പറയുന്നത്. അതൊരു പ്രോട്ടീനിന്റെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ്, പ്രോട്ടീൻ കോട്ടാണ്. അതായത് അതിന്റെ ഉള്ളിലാണ് ന്യൂക്ലിക് ആസിഡ്. ഇവിടെ ക്ലിയർലി വിസിബിൾ ആണ്. ഇതൊരു ടൈപ്പ് വൈറസ് ആണ്. ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസിനെയാണ് ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത്, അല്ലെ, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്യാപ്സിഡ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ ആണ്. ആ പ്രോട്ടീനിൽ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ നമ്മൾ ക്യാപ്സോമിയർ എന്നാണ് പറയുന്നത്. ഓക്കെ, ക്യാപ്സോമിയർ. ഒരു എൻവലപ്പ്, എക്സ്ട്രാ എൻവലപ്പ് ഉണ്ടായിരിക്കും. അതൊരു ലിപ്പിഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള എൻവലപ്പ്. ചെറു വൈറസിൽ മാത്രമേ, എൻവലപ്ഡ് ആയിട്ടുള്ള വൈറസിൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ ഒരു സർഫേസ് സ്പൈക്ക് ഉണ്ടല്ലോ, ഹോസ്റ്റിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർഫേസ് സ്പൈക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലാസിഫിക്കേഷൻ മെയിൻലി ബേസ് ചെയ്തിട്ടുള്ളത് ന്യൂക്ലിക് ആസിഡ്, RNA ആണോ DNA ആണോ
ഡബിൾ ആണോ, സിംഗിൾ ആണോ, നെഗറ്റീവ് എസ് ആർ എൻ എ ആണോ, ആ ഒരു ബേസ് അല്ലെങ്കിൽ റിട്രോ വൈറസ് ആണോ എന്നൊക്കെ ബേസ് ചെയ്തിട്ട് പല രീതിയിലുണ്ട്. ഈ ഒരു ക്യാപ്സിഡ്സിന്റെ സിമെട്രി ബേസ് ചെയ്തിട്ടുള്ള വൈറസിന്റെ ക്ലാസിഫിക്കേഷൻ, എൻവലപ്ഡ് ആണോ, നോൺ എൻവലപ്ഡ് ആണോ, ദെൻ ഹോസ്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള പല വൈറസുകളും ഉണ്ട്. മോഡ് ഓഫ് റിപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ട് ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സൈക്കിൾ ഒക്കെ ബേസ് ചെയ്തിട്ടും ഈ ഒരു വൈറസിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ജനറ്റിക് മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് DNA വൈറസും RNA വൈറസും ആണ് മെയിൻലി ഉള്ളത്. ഇനി അതിന്റെ പല ആ ഒരു ഫോംസ് പഠിക്കാനുണ്ട് ഈ ഒരു മൈക്രോബയോളജി റിലേറ്റ് ചെയ്തിട്ട്. അതിലൊന്നാണ് വിറിയോൺസ് എന്ന് പറയുന്നത്. വിറിയോൺസ് എന്ന് പറയുമ്പോൾ വൈറസ് തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആകാൻ എന്താ ക്യാപ്പബിലിറ്റി ഉള്ള വൈറസിനെയാണ്. അത് ഹോസ്റ്റ് സെല്ലിന്റെ ഔട്ട്സൈഡ് ആയിട്ടാണെങ്കിൽ അവയെ വിറിയോൺസ് എന്ന് പറയുന്നു. ഓക്കെ, ആ വിറിയോൺസ് ആയി കഴിഞ്ഞാലാണ് ഹോസ്റ്റിന്റെ ഉള്ളിലോട്ട് അവർ എൻട്രി ചെയ്യുന്നത്. അവയ്ക്ക് ഒരു ന്യൂക്ലിക് ആസിഡും ഒരു പ്രൊട്ടക്റ്റീവ് പ്രോട്ടീൻ കോട്ടും ഉണ്ടായിരിക്കും. അവ വിത്ത് ഓർ വിത്തൗട്ട് എൻവലപ്പ് ഉണ്ടായിരിക്കാം. ഇനി ബാക്ടീരിയോഫേജ് എന്താണ്? ഓക്കെ, ബാക്ടീരിയോഫേജ് എന്ന് പറയുമ്പോൾ അതൊരു വൈറസ് ആണ്, ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്ന വൈറസ് ആണ്. ആ ഒരു ബാക്ടീരിയോഫേജിന്റെ സ്ട്രക്ചർ ഒരു ഹെഡ് ഉണ്ടായിരിക്കും, ഒരു ഹെക്സഗണൽ ആയിട്ടുള്ള ഒരു ഹെഡ്, ഒരു നെക്ക് പോർഷൻ ഉണ്ടായിരിക്കും, ഒരു ടെയില് കുറേ ടെയിൽ ഫൈബേഴ്സ് ഉണ്ടായിരിക്കും. ഹെഡിൽ ആയിരിക്കും വൈറൽ ന്യൂക്ലിക് ആസിഡ്. ഹെഡ് ആണ് പ്രോട്ടീനിന്റെ ഒരു കോട്ട്, അതിനുള്ളിൽ വൈറൽ ന്യൂക്ലിക് ആസിഡ്. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വൈറസുമായിട്ട് നെക്സ്റ്റ് വരുന്നതാണ് അവയുടെ രണ്ട് ടൈപ്പ് ലൈഫ് സൈക്കിൾ ഉണ്ട്, ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും. ലൈറ്റിക് സൈക്കിൾ എന്ന് പറയുമ്പോൾ ആദ്യം എന്താ, ഒരു വൈറസ് ഹോസ്റ്റിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യാണ്. ഇതാണ് ലൈറ്റിക് സൈക്കിൾ. ആദ്യം ആ വൈറസ് ഹോസ്റ്റിൽ പോയിട്ട് എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തു. അപ്പോൾ ആ വൈറൽ ജനറ്റിക് മെറ്റീരിയൽ ഹോസ്റ്റിന്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്താൽ ആ ഒരു വൈറൽ കമ്പോണന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്റ്റിന്റെ മെഷീനറി യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് പുതിയ വൈറസ് ഉണ്ടാകുന്നു. ഹോസ്റ്റിന്റെ മെഷീനറി യൂസ് ചെയ്തിട്ട്, ഇവിടെ ഹോസ്റ്റ് മെഷീനറി ആണ് യൂസ് ചെയ്യുന്നത്. പുതിയ വൈറസ് ഉണ്ടാകുന്നു. ഹോസ്റ്റ് സെല്ലിൽ ലൈസിസ് നടന്നിട്ട് പുതിയത് ഒരു ബേസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പുതിയ എന്താ മെറ്റീരിയൽ വൈറസ് അവിടെ റിലീസ് ചെയ്യാണ് ലൈറ്റിക് സൈക്കിളിൽ. ഇനി ലൈസോജനിക് എന്ന് പറയുമ്പോൾ വൈറൽ DNA നമ്മളുടെ ബോഡിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയൽ ക്രോമസോമിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു വൈറൽ DNA എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള വൈറൽ DNA നമ്മൾ പ്രോഫേജ് എന്നാണ് പറയുന്നത്. ആ ഒരു പ്രോഫേജ് ബാക്ടീരിയൽ ക്രോമസോമിന്റെ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ. ലൈറ്റിക്കിൽ അവിടെ ഹൈജാക്കിംഗ് ആണ്, പക്ഷേ ലൈസോജനി എന്ന് പറയുമ്പോൾ ഇൻകോപ്പറേറ്റ് ചെയ്ത് അവിടെ ആ ഒരു ബാക്ടീരിയൽ ക്രോമസോമിന്റെ കൂടെ അവ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് സ്യൂട്ടബിൾ കണ്ടീഷൻ ആകുമ്പോൾ അവ ആക്റ്റീവ് ആകുന്നു. പിന്നീട് അവ ലൈറ്റിക് സൈക്കിളിലോട്ട് എൻറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് രണ്ടെണ്ണവും തമ്മിലുള്ള വ്യത്യാസം. ദെൻ മറ്റു കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് വൈറോയിഡ്സ്. വൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷസ് ആയിട്ടുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള നേക്കഡ് ആയിട്ടുള്ള RNA മോളിക്യൂൾസ് ആണ്. അവയ്ക്ക് ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, പ്ലാന്റിൽ ഡിസീസസ് കോസ് ചെയ്യുന്നതാണ്. മെയിൻ ആയിട്ട് നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത് പൊട്ടറ്റോ സ്പിൻഡിൽ ട്യൂബർ ഡിസീസിലാണെന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, വൈറോയിഡ്സ്. ദെൻ പ്രയോൺസ്, ഇതിന്റെ പിക്ചർ ആണ്, പ്രയോണിന്റെ പിക്ചർ ആണ് കൊടുത്തേക്കുന്നത്. പ്രയോൺസ് ഒരു പ്രോട്ടീൻ പാർട്ടിക്കിൾ, ഒരു ഇൻഫെക്ഷസ് ആയിട്ടുള്ള പ്രോട്ടീൻ പാർട്ടിക്കിൾ ആണ്. അതിലൊരു ന്യൂക്ലിക് ആസിഡ് ഒന്നും ഇല്ല. they are associated with several neurodegenerative diseases ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രയോൺസ്. റിട്രോവൈറസസ് ആണ്. RNA ആയിരിക്കും അവയിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടായിരിക്കുക. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടായിരിക്കും. അതായത് ആ RNA അവർ DNA ആയിട്ട്, കോംപ്ലിമെന്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ DNA നമ്മുടെ ഹോസ്റ്റ് ജീനോവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അവിടെ എക്സാമ്പിൾ ആണ് HIV, ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വൈറസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഫൈക്കോളജി. ഫൈക്കോളജിയുടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു പോകാം. ആദ്യം ഫൈക്കോളജി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ആൽഗയാണ്. ആൽഗയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒക്കെ കുറച്ച് ക്ലാസ്സസ് കൊടുത്തിട്ടുണ്ട്. സൈനോഫൈസി, ക്ലോറോഫൈസി, ബിസിലാരിയോഫൈസി എന്നൊക്കെ ബേസ് ചെയ്തിട്ട്. ഇവിടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ബേസ് ചെയ്തിട്ട്. റിസർവ് ഫുഡ് ഏതാണ്, സെൽ വോളിന്റെ കോമ്പോസിഷൻ എന്താണ്, ഫ്ലജെല്ല ടൈപ്പ് വിപ്ലാഷ് ആണോ ആ ഒരു ടൈപ്പ്, ദെൻ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട്, ലൈഫ് സൈക്കിൾ ബേസ് ചെയ്തിട്ട്. ഓക്കെ,
ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ട് ഫൈക്കോളജിയിൽ ആൽഗയുടെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് സയനോഫൈസി അല്ലെങ്കിൽ ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നാണ് പറയുന്നത്. അവയുടെ ക്യാരക്ടേഴ്സ് നോക്കാം. അവ ഒരു പ്രൊക്കാരിയോട്ടിക് ആയിട്ടുള്ള ആൽഗയാണ്. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. പ്രൊക്കാരിയോട്ടിക് ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൽഗയാണ്. അവയ്ക്ക് ഒരു ട്രൂ ന്യൂക്ലിയസോ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസോ ഇല്ല. പിഗ്മെന്റ്സ് മെയിൻ ആയിട്ട് ക്ലോറോഫിൽ എ, ഫൈക്കോസയാനിൻ, ഫൈക്കോ എറിത്രിൻ ആണ്. റിസർവ് ഫുഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സയനോഫൈസിൻ സ്റ്റാർച്ച് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ഒരു ചാനലിൽ അവൈലബിൾ ആണ്, അത് കണ്ടു നോക്കാം. സെൽ വോൾ മെയിൻലി പെപ്റ്റിഡോഗ്ലൈക്കൻ ആണ്. നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടുള്ള ഹെറ്ററോസിസ്റ്റ് ഒക്കെ കാണുന്നുണ്ട്. ഇവിടെ എക്സാമ്പിൾസ് ആണ് നോസ്റ്റോക്ക്, അനബീന, ഓസിലറ്റോറിയ എന്ന് പറയുന്ന ഇത്തരം ബ്ലൂ ഗ്രീൻ ആൽഗേസ് ഒക്കെ. ദെൻ അവയുടെ റീപ്രൊഡക്ഷൻ നോക്കാം. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ദെൻ അക്കൈനേറ്റ് എന്ന് പറയുന്ന റെസ്റ്റിംഗ് പോർസ് അല്ലെങ്കിൽ റെസിസ്റ്റന്റ് ആയിട്ടുള്ള സ്പോർസ് ആഡ്വേഴ്സ് എൻവയോൺമെന്റൽ കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൈനേറ്റ്സ് കാണിക്കുന്നുണ്ട്. റീപ്രൊഡക്ഷൻ മെയിൻലി അസെക്ഷൽ ആണ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആബ്സെന്റ് ആണ്. നെക്സ്റ്റ് ആണ് ക്ലോറോഫൈസി എന്ന് പറയുന്നത്. ജനറൽ ക്യാരക്ടർ എന്താ? ഗ്രീൻ ആൽഗയാണ്. അവയ്ക്ക് ക്ലോറോഫിൽ എയും ബിയും ആണ് പ്രിഡോമിനന്റ് ആയിട്ടുള്ളത്. സ്റ്റാർച്ച് ആണ് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ. സെല്ലുലോസ് ആണ് കൂടുതലായിട്ടും ക്ലോറോഫൈസിൻ സെൽ വോളിൽ ഉള്ളത്. അവ മെയിൻലി യൂണിസെല്ലുലാർ, കൊളോണിയൽ ഫിലമെന്റസ്, മൾട്ടി സെല്ലുലാർ ഫോമിൽ കാണുന്നുണ്ട്. ഫ്രാഗ്മെന്റേഷൻ ആണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അസെക്ഷൽ ബൈ സൂസ്ബോസ് ആണ്. ഐസോഗ്യാമസ്, അനൈസോഗ്യാമസ്, ഊഗാമസ്. ഐസോ എന്ന് പറയുമ്പോൾ ഈക്വൽ, അനൈസോ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഊഗ്യാമസ് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി ആൻഡ് മോട്ടൈൽ. അവിടെ ഫീമെയിൽ സ്റ്റേഷനറി ആയിരിക്കും, മെയിൽ മോട്ടൈൽ ആയിരിക്കും. ആ ഒരു കണ്ടീഷൻ ആണ്. അതും ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ക്ലാമിഡോമോണസ്, വോൾവോക്സ്, യൂളോത്രിക്സ്, സ്പൈറോഗെറ അങ്ങനെയുള്ള പല കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസും നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ആണ് ബെസിലാരിയോഫൈസി എന്ന് പറയുന്നത്. ബെസിലാരിയോഫൈസിയെ ഡയാറ്റംസ് എന്നാണ് പറയുന്നത്. അതിൽ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്ന ആ ഒരു സാധനം പഠിച്ചു വെക്കുക. അതായത് ഒരു സോപ്പ് ബോക്സ് പോലെയാണ് അവയുടെ സ്ട്രക്ചർ. സെൽ വോളിൽ സിലീഷ്യസ് ആയിട്ടുള്ള ഫ്രിസ്റ്റ്യൂൾസ് പ്രസന്റ് ആണ്. ഫ്രിസ്റ്റ്യൂൾസിൽ 2 ഓവർലാപ്പിംഗ് വാൾവ്സ് ഉണ്ട് എന്ന് പഠിച്ചു വെച്ചേക്കുക. മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എ, സി ആൻഡ് ഫ്യൂക്കോസാന്തൻ ആണ്. അവയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഓയിൽ ആൻഡ് ക്രൈസോലാമിനാരൻ ആണ്. ഓക്കെ, ഡയാറ്റംസ് ആണ് ഫൈറ്റോ പ്ലാങ്ക്ടൺസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പോണൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇവിടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സെൽ ഡിവിഷൻ ആണ്. അവിടെ സെൽ സൈസ് ആണ്. റീപ്രൊഡക്ഷൻ ഇൻ സെൽ സൈസ് ആണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡിവിഷൻ നടന്നിട്ടാണ് സെൽ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒറിജിനൽ സൈസ് എത്തിക്കഴിഞ്ഞാൽ മാത്രം, അതായത് ഓക്സോസ്പോറിന്റെ ഫോർമേഷൻ വഴി ഒറിജിനൽ സൈസ് എത്തിക്കഴിഞ്ഞ് ഓക്സോസ്പോർ ഫോർമേഷൻ വഴിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലുള്ള പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ് ബെസിലാരിയോഫൈസി എന്ന് പറയുന്നത്. ഡയറ്റോമീഷ്യസ് എർത്ത് പോളിഷിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആണ് സാന്തോഫൈസി എന്ന് പറയുന്നത്. ജനറൽ സ്ട്രക്ചർ അവ യെല്ലോ ഗ്രീൻ ആൽഗയാണ് കേട്ടോ. ക്ലോറോഫിൽ സി ആൻഡ് എ ആണ് പ്രിഡോമിനന്റ് ആയിട്ടുള്ള പിഗ്മെന്റ്സ്. ഫ്യൂക്കോസാന്തിന് ആബ്സെന്റും പ്രസന്റ് ആയിട്ടുള്ളതും ഉണ്ട് വെരി സ്മോൾ എമൗണ്ടിൽ. ഓയിൽ ആൻഡ് ല്യൂക്കോസിൻ ആണ് അവയുടെ റിസർവ് ഫുഡ് മെറ്റീരിയൽ. സെല്ലോസും പെക്റ്റിനും അടങ്ങിയിട്ടുള്ളതാണ് അവയുടെ സെൽ വോള്. റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ ഉണ്ട്. സൂസ്പോസ് അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആണ്. ചില മെമ്പേഴ്സിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനും കാണുന്നുണ്ട്. എക്സാമ്പിൾസ് വോഷേറിയ, ട്രിബോണിയം ഒക്കെയാണ് സാന്തോഫൈസിയുടെ എക്സാമ്പിൾ. കൂടുതൽ എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിയോഫൈസി എന്ന് പറയുന്നത്. ബ്രൗൺ ആൽഗയാണ് ഫിയോഫൈസി. മോസ്റ്റ്ലി മെറൈൻ ആയിട്ടുള്ളതാണ്. ക്ലോറോഫിൽ എ, സി, ഫ്യൂക്കോസാന്തിൻ ആണ് കൂടുതൽ ഉള്ളത്. റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ ലാമിനാറിൻ ആൻഡ് മാനിറ്റോൾ ആണ്. സെൽ വോളിൽ സെല്ലുലോസും ആൽജിനും അടങ്ങിയിട്ടുണ്ട്. പ്ലാൻ ബോഡി എന്ന് പറയുന്നത് യൂഷ്വലി ലാർജ്ലി മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള താലസ് ആണ്. അവയിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആസ് യൂഷ്വൽ ഫ്രാഗ്മെന്റേഷൻ വഴി നടക്കുന്നുണ്ട്. ഇത് സൂസ്പോസ് ആണ്. നേരത്തെ പറഞ്ഞത് ക്ലോറോഫൈസിൽ പറഞ്ഞ പോലെ തന്നെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഐസോ അനൈസോ ഊഗ്യാമസ് വഴിയാണ് നടക്കുന്നത്. എക്സാമ്പിൾ ലാമിനേറിയ, എക്ടോകാർപ്പസ്, സർഗാസം, ഫ്യൂക്കസ് പോലെയുള്ള ആൾക്കാരാണ്. ഓക്കെ, നെക്സ്റ്റ്
കാറ്റഗറിയാണ് റോഡോഫൈസിയ റെഡ് ആൽഗെ എന്ന് പറയുന്നത്. മോസ്റ്റ്ലി മെറൈൻ ആണ്. ഫൈക്കോ എറിത്രിൻ ആണ് ഡോമിനന്റ് ആയിട്ടുള്ള പിഗ്മെന്റ്സ്. കൂടാതെ ക്ലോറോഫിലെയും ഫൈക്കോസയാനിനും കാണുന്നുണ്ട്. ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് ആണ് റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ. സെൽ വോളില് സെല്ലുലോസും മ്യൂസിലേജും അടങ്ങിയിട്ടുണ്ട്. ഫ്ലജലേറ്റഡ് സ്റ്റേജ് ആബ്സെന്റ് ആയിട്ടുള്ളതാണ്. ഫ്ലജലേറ്റഡ് സ്റ്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലജലേറ്റഡ് സ്റ്റേജ് ആബ്സെന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ് റോഡോഫൈസി എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് ആണ്. ഫ്രാഗ്മെന്റേഷൻ അസെക്ഷൽ ബൈ നോൺ മോട്ടൈൽ ആയിട്ടുള്ള സ്പോർസ്. ഗ്യാമസ് ആയിട്ടുള്ള കണ്ടീഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് സൈക്കിൾ ആണ് കോമൺ ആയിട്ടുള്ളത്. എക്സാമ്പിൾ പോളിസിഫോണിയ, പോർഫൈറ, ജലീഡിയം, ഗ്രാസിലേരിയ. ഓക്കെ, അഗാർ ഒക്കെ ആ ഒരു എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു ജലീഡിയം ഗ്രാസിലേരിയയിൽ നിന്നൊക്കെയാണ്. എക്കണോമിക് ഇമ്പോർട്ടൻസ് കോമൺ ആയിട്ടാണ് ആൽഗയുടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോർഫൈറ, സ്പൈറുലിന ഒക്കെ പോലെയുള്ള ആൽഗേസ്. ഒരു മൈക്രോ ആൽഗേ സ്പൈറുലിന ആണ് സൂപ്പർ ഫുഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. കാരണം അവയിൽ പ്രോട്ടീൻ കൂടുതലും ഫാറ്റ് കുറവും വൈറ്റമിൻ B12 അളവൊക്കെ വളരെ കൂടുതലുമാണ് ഈ ഒരു സ്പൈറുലിനയ്ക്ക്. ആ ഒരു എസ്ട്രോണൈറ്റ്സ് ഒക്കെ ക്ലോറല്ല സ്പൈറുലിനയൊക്കെ ഫുഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആണ് അഗാർ, ചിലീഡിയം ഗ്രാസിലേരിയ പോലെയുള്ള റെഡ് ആൽഗയിൽ നിന്നാണ്. ദെൻ അൾജിൻ ബ്രൗൺ ആൽഗയിൽ നിന്നും കെരാജിനിൻ റെഡ് ആൽഗയിൽ നിന്നുമാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അഗ്രികൾച്ചറൽ ഇവയില് ബയോ ഫെർട്ടിലൈസർ, നൈട്രോജൻ ഫിക്സേഷൻ ആയിട്ടുള്ള സൈനോബാക്ടീരിയ യൂസ് ചെയ്യുന്നുണ്ട്. നോസ്റ്റോക്ക അനബിന്യൂക്ക ആണ് അഗ്രികൾച്ചറിൽ. ദെൻ മെഡിസിൻ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുമ്പം ആൽഗൽ പ്രൊഡക്ട്സ്, ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്. ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന പല ആൽഗേസും ഉണ്ട്. ബയോഫ്യൂൽസ്, പൊട്ടൻഷ്യൽ ബയോഫ്യൂൽസ് ഉണ്ട്. കൂടാതെ അക്വാട്ടിക് എക്കോസിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ആണ്. ഓക്സിജൻ റിലീസിന് സഹായിക്കുന്നുണ്ട്. അക്വാട്ടിക് ഫുഡ് ചെയിനിലെ മേജർ ആയിട്ടുള്ള കോമ്പോണൻസും ആണ്. ഓക്കെ, നെക്സ്റ്റ് മൊഡ്യൂള് മൈക്കോളജി ആണ്. മൈക്കോളജി എന്ന് പറയുമ്പോൾ ഫംഗസിന്റെ സ്റ്റഡി ആണല്ലേ. അപ്പൊ ആദ്യം ഫംഗസിന്റെ ജനറൽ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഫംഗസ് എന്ന് പറയുന്നത് യുക്കാരിയോട്ടിക് ആണ്. നോൺ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. മെയിൻലി അവ എന്താണ്, സാപ്രോട്രോപ്പ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അവയുടെ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദർ സറൗണ്ടിങ്സ് ആണ്. ഡെഡ് ആൻഡ് ഡീകമ്പോസിംഗ് ഓർഗാനിക് മെറ്റീരിയൽസിൽ വളരുന്നതാണെങ്കിൽ അവയാണ് നമ്മൾ സാപ്രോഫൈറ്റ് എന്ന് പറയുന്നത്. ഫംഗസിന്റെ ബോഡിയെ താലസ് എന്നാണ് പറയുന്നത്. ആ ഒരു താലസ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഉണ്ട്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് yeast എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ഫിലമെന്റസ് ആയിട്ടുള്ള ഫോംസ് ആണ്. ആ ഒരു ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഹൈഫേ എന്നാണ് പറയുന്നത്. ആ ഒരു മാസ് ഓഫ് ഹൈഫേ കൂടി ചേർന്ന നെറ്റ്വർക്ക് സ്ട്രക്ചറിനെ മൈസീലിയം എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഹൈഫയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെപ്റ്റേറ്റ് ആകാം അല്ലെങ്കിൽ അസെപ്റ്റേറ്റ് ആകാം. അസെപ്റ്റേറ്റ് കണ്ടീഷന്റെ മറ്റൊരു പേരാണ് സീനോസൈറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫംഗസിന്റെ സെൽ വോൾ മെയിൻലി കമ്പോസ് ചെയ്തിട്ടുള്ളത് കൈറ്റിൻ ആൻഡ് ഗ്ലൂക്കൻസ് കൊണ്ടാണ്. റിസർവ്ഡ് ഫുഡ് മെറ്റീരിയൽ മെയിൻലി ഗ്ലൈക്കോജൻ ആൻഡ് ഓയിൽസ് ആണ്. അപ്പം ഈ ഒരു ഫംഗസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻലി പഠിക്കാനുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് മാത്രം ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോകാം. മിക്സോമൈസീറ്റ്സ്, സൈഗോമൈസീറ്റ്സ്, ഊമൈസീറ്റ്സ്, ആസ്കോമൈസീറ്റ്സ്, ബെസിഡിയോമൈസീറ്റ്സ് ആൻഡ് ഡ്യൂട്ടറോമൈസീറ്റ്സ് ആണ്. മെയിൻലി ഒരു ക്ലാസിഫിക്കേഷൻ അവയുടെ താലസിന്റെ സ്ട്രക്ചർ, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, സ്പോറിന്റെ നേച്ചർ, സെക്ഷുവൽ റീപ്രൊഡക്ഷന്റെ ടൈപ്പ്, അവയുടെ ലൈഫ് സൈക്കിൾ പാറ്റേണും ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ക്ലാസ് ആണ് മിക്സോമൈസീറ്റ്സ് എന്ന് പറയുന്നത്. അവയുടെ ജനറൽ ഫീച്ചേഴ്സ് മെയിൻലി അവ സ്ലൈം മോൾസി എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ലൈം മോൾസ് ആണ്. അവയുടെ ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, സ്ലൈം മോൾഡും ഉണ്ട്. ആ ഒരു മോൾഡ് കുറെ ടൈപ്സ് ഓഫ് മോൾഡ് പ്രസന്റ് ആണ്. മിക്സോമൈസീറ്റ്സ് സ്ലൈം മോൾഡ് ആണ്. അവ മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. നേക്കഡ് ആയിട്ടുള്ള അമീബോയിഡ് സെൽസ് ആണ്. ആ ഒരു അവയുടെ ബോഡിനെ നമ്മൾ പ്ലാസ്മോഡിയം എന്നാണ് പറയുന്നത്. മിക്സ് എന്ന് പറയുന്നത് ശരിക്കുള്ള ആ ഒരു ഫംഗസ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതല്ല. പൊസസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് നേക്കഡ് അമീബോയിഡ് ബോഡിയാണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് സെൽ വോൾ ഇല്ലാത്തതാണ്, നേക്കഡ് ആണ്. ഡ്യൂറിങ് ദ വെജിറ്റേറ്റീവ് സ്റ്റേജിൽ, വെജിറ്റേറ്റീവ് സ്റ്റേജിൽ സെൽ വോൾ ഉണ്ടായിരിക്കില്ല. അമീബ പോലെയുള്ള ഒരു അമീബോയിഡ് മൂവ്മെന്റ് ആണ് ഇവയിൽ കാണുന്നത്. ഡീക്കേയിങ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സിലാണ് ഇവ മെയിൻലി കാണുന്നത്, മിക്സോമൈസീറ്റ്സ് കാണുന്നത്. അവയുടെ റീപ്രൊഡക്ഷൻ മെയിൻലി സ്പോർ ഫോർമേഷൻ വഴിയാണ്. അപ്പൊ അൺഫേവറബിൾ കണ്ടീഷനിൽ ഈ ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്നത് ചില ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രൂട്ടിംഗ് ബോഡീസിൽ എന്തുണ്ടായിരിക്കും, സ്പോർസ് ഉണ്ടായിരിക്കും. സ്പോർസിന്റെ ജെർമിനേഷൻ നടന്നിട്ട് അമീബോയിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സെല്ല് ഫോം ചെയ്യുന്നു. അത് പുതിയൊരു പ്ലാസ്മോഡിയം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് അവയുടെ റീപ്രൊഡക്ഷൻ. സോ മെയിൻലി ലൈഫ് സൈക്കിൾ പറയുകയാണെങ്കിൽ സ്പോർ അമീബോയിഡ് അല്ലെങ്കിൽ ഫ്ലജലേറ്റഡ് സെൽസിനെ ഫോം ചെയ്യുന്നു. അവയ്ക്ക് ഫ്യൂഷൻ നടന്നിട്ട് പുതിയൊരു പ്ലാസ്മോഡിയം ഉണ്ടാകുന്നു. അവയിൽ അഗെയിൻ ഫ്രൂട്ടിംഗ് ബോഡി സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
ചെയ്യുന്നു. ഓക്കെ, അവയുടെ കുറച്ച് എക്സാമ്പിൾ പഠിക്കുക. ഇതാണ് ഫൈസാരിയം, ഇതൊക്കെ വിൽട്ടുള്ള ഡിസീസ് ഉണ്ടാക്കുന്ന പോലത്തെ ഒരു എന്താ കാറ്റഗറീസ് ആണ് ഈ ഒരു മിക്സോമൈസീറ്റ്സ്. ഫൈസാരിയം, ഫ്യുളീഗോ ഒക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് എക്സാമ്പിൾസ്. നെക്സ്റ്റ് ആണ് സൈഗോമൈസീറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സൈഗോമൈസീറ്റ്സ് മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. മെയിൻലി അസെപ്റ്റേറ്റ് അല്ലെങ്കിൽ സീനോസൈറ്റിക് ആയിട്ടുള്ള സെപ്റ്റ ഇല്ലാത്ത ബോഡിയാണ്, മൈസീലിയം ആണ് ഉള്ളത്. ഇവിടെ കൈറ്റിൻ എന്ന് പറയുന്ന സെൽ വോൾ ആണ് ഉള്ളത്. സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരാസൈറ്റിക് ആയിട്ടുള്ള ഫോംസും കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സൈഗോമൈസീറ്റ്സിൽ സ്പോർ ഫോർമേഷൻ വഴിയാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഒരു സ്പോർ ഫോം ചെയ്യുന്നത് സ്പൊറാഞ്ചിയോസ്പോറിലാണ്. ദെൻ ആ ഒരു സ്പൊറാഞ്ചിയോസ്പോറിൽ സ്പൊറാഞ്ചി ഉണ്ടായിരിക്കും. സ്പൊറാഞ്ചിയുടെ ഉള്ളിലാണ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഗമിറ്റാഞ്ചിയൽ കോപ്പുലേഷൻ, ഇത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ എക്സാമ്പിൾ വൈസുള്ള ഡിസ്ക്രിപ്ഷൻ എൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ എക്സാമ്പിൾസും റൈസോപസ്, മ്യൂക്കസ് പോലെയുള്ള. ഓക്കെ, ദെൻ ഫ്യൂഷൻ ഓഫ് കോമ്പാറ്റിബിൾ ഗമിറ്റാഞ്ചിയ, അതായത് ഗമിറ്റാഞ്ചിയ തമ്മിൽ കോപ്പുലേഷൻ ഫ്യൂഷൻ നടന്നിട്ട് ഒരു സൈഗോസ്പോർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ സൈഗോസ്പോർ ആണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് ലൈഫ് സൈക്കിൾ ചുരുക്കി പറഞ്ഞാൽ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈസീലിയം ആയിരിക്കും. ഗമറ്റാഞ്ചിയൽ ഫ്യൂഷൻ നടക്കുന്നു. then അവിടെ എന്തുണ്ടാവുന്നു, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോസ്പോർ ഫോം ചെയ്യുന്നു. മിയോസിസ്, ആ ഒരു സൈഗോസ്പോറിന് മിയോസിസ് നടന്നിട്ട് 4 സ്പോർസ് ഉണ്ടായിരിക്കും. അഗെയിൻ ആ ഒരു സ്പോറിൽ നിന്ന് ഹാപ്ലോയിഡ് മൈസീലിയം ഉണ്ടാകുന്നു. എക്സാമ്പിൾ എന്ന് പറയുന്നത് റൈസോപ്പസ്, മ്യൂക്കർ, then പൈലോബോളസ് ഒക്കെയാണ് സൈഗോമൈസീറ്റ്സിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഊമൈസീറ്റ്സ് ആണ്. ഊമൈസീറ്റ്സ് എന്ന് പറയുമ്പോൾ വാട്ടർ മോൾഡ് ആണ്. മിക്സോമൈസീറ്റ്സ് സ്ലൈം മോൾഡ് ആണ്, ഊമൈസീറ്റ്സ് വാട്ടർ മോൾഡ് ആണ്. മൈസീലിയം ഇവിടെയും അസെപ്റ്റേറ്റ് സീനോസൈറ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. സെല്ലുലോസ് ആൻഡ് ഗ്ലൂക്കാൻ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സെൽ വോൾ ആണ്. മെയിൻലി അക്വാട്ടിക് ആണ്, മോയിസ്റ്റ് ഹാബിറ്റാറ്റിലാണ് ഊമൈസീറ്റ്സ്. സൈഗോ എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്ന ആൾക്കാരാണ്. റീപ്രൊഡക്ഷൻ അസെക്ഷൽ എന്ന് പറയുമ്പോൾ ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള സൂസ്പോസ് വഴിയാണ്. ആ ഒരു സൂസ്പോറും സ്പൊറാഞ്ചിയിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഊഗ്യാമസ് ആണ്. ഊഗ്യാമസ് എന്ന് പറയുമ്പോൾ മെയിൽ ഫീമെയിൽ ഉണ്ടായിരിക്കും. ഫീമെയിൽ സ്റ്റേഷനറി ആണ്, നോൺ മോട്ടൈൽ ആണ്. മെയിൽ ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഊഗ്യാമസ്. ദെൻ മെയിൽ സെക്സ് ഓർഗനെ ആന്ത്രീഡിയം എന്നും ഫീമെയിൽ ഓർഗനെ ഊഗോണിയം എന്നും പറയുന്നുണ്ട്. അവ എന്തുണ്ടാക്കും, ആ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് ഊസ്പോർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലൈഫ് സൈക്കിൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ വെജിറ്റേറ്റീവ് മൈസീലിയം സ്പൊറാഞ്ചിയം ഫോം ചെയ്യുന്നു. സ്പൊറാഞ്ചിയത്തിൽ നിന്ന് സൂസ്പോസ് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് പുതിയ മൈസീലിയം ഉണ്ടാകും. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഊഗോണിയം ആന്ത്രീഡിയം കൂടിച്ചേർന്ന് ഫെർട്ടിലൈസേഷനിലൂടെ ഊസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അവയുടെ കുറച്ച് എക്സാമ്പിൾസ് സാപ്രോലെക്കിനിയ, ഫൈറ്റോഫ്തറ, പിത്തിയം, ആൽബ്യൂഗോ. ഓക്കെ, ഇതൊക്കെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഫംഗസുകളാണ് എന്നും കൂടി പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് കാറ്റഗറി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആസ്കോമൈസീറ്റ്സ് ആണ്. അപ്പൊ ആസ്കോമൈസീറ്റ്സിന്റെ ക്യാരക്ടർ ബേസ് നോക്കാം. ആസ്കോമൈസീറ്റ്സ് എന്ന് പറയുന്നത് കോമൺലി അവർ പറയുന്നത് സാക് ഫംജൈ ആണ്. യൂഷ്വലി മൈസീലിയം സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, സം മെമ്പേഴ്സ് യൂണിസെല്ലുലാർ ആണ്. അപ്പൊ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആസ്കോമൈസീറ്റ്സ് ആണ്. ആസ്കസ് എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ റീപ്രൊഡക്ഷന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് സെർച്ച് ചെയ്തിട്ട് പഠിച്ചു വെച്ചേക്കും കേട്ടോ. അപ്പൊ അതിൽ ഈ ഒരു ആസ്കസിന്റെ ഉള്ളിൽ ആസ്കോസ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് അവയുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊനീഡിയയുടെ ഫോർമേഷൻ ആണ് മെയിൻലി. ഈസ്റ്റ് ബഡിങ് വഴിയാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ ആണ് നമ്മൾ ഈ ഒരു ആസ്കസ് എന്ന് പറയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിന്റെ ഉള്ളിൽ ആസ്കോകാർപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചറിന്റെ ഉള്ളിൽ കുറെ ആസ്കസ്, അതാണ് ആസ്കോകാർപ്പാണ് ഫ്രൂട്ടിംഗ് ബോഡി. അതിന്റെ ഉള്ളിൽ കുറെ ആസ്കസ്, മെയിൻലി 8 ആസ്കസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ആസ്കസിൽ ആസ്കോസ്പോർസ് 8 ആസ്കോസ്പോർസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക ഓരോ ആസ്കസിന്റെ ഉള്ളിലും. ആസ്കോകാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡിയിൽ കുറെ ആസ്കസ് ഉണ്ടായിരിക്കും. ആ ആസ്കസിന്റെ ഉള്ളിൽ ആസ്കോസ്പോർസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഹാപ്ലോയിഡ് മൈസീലിയം ഉണ്ട്. അവയ്ക്ക് പ്ലാസ്മോഗമിയാണ് നടക്കുന്നത്. അതെന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡൈകാരിയോട്ടിക് സ്റ്റേജ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കാരിയോഗമി നടക്കുന്നു. മിയോസിസ് നടന്ന് 8 ആസ്കോസ്പോർസ് ഉണ്ടായിരിക്കും. അതാണ് അവയുടെ റീപ്രൊഡക്ഷൻ. സക്കാറോമൈസീറ്റ്സ്, ആസ്പെർജില്ലസ്, പെനിസിലിയം, യൂറോസ്പോറ, പെസൈസിയ ഒക്കെയാണ് ഇവയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ആണ് ബെസീഡിയോമൈസീറ്റ്സ്.
ക്ലബ് ഫഞ്ചൈ എന്നാണ് കോമൺലി പറയുന്നത്. അവയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള മൈസീലിയം ആണ് ബെസീഡിയം. ഓക്കെ, ബെസീഡിയോ സ്പോർ ആണ് അവയുടെ ബെസീഡിയോ കാർപ്പ് ആണ് അവയുടെ ഫ്രൂട്ടിംഗ് ബോഡി. ആ ബെസീഡിയോ കാർപ്പിനുള്ളിൽ ബെസീഡിയം ഉണ്ടായിരിക്കും. ആ ബെസീഡിയത്തിന്റെ ഉള്ളിൽ ബെസീഡിയോ സ്പോർസ് ഉള്ളിലല്ല എക്സ്റ്റേണലി ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെസീഡിയത്തിന് എക്സ്റ്റേണലി ആയിട്ടാണ് ബെസീഡിയോ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ഡൈക്കാരിയോട്ടിക് ഫേസ് ആണ്. ഓക്കെ, ആ ഒരു സെപ്റ്റ ഫോർമേഷനും ഒക്കെ നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഓക്കെ, റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ മെയിൻലി ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ അൺകോമൺ ആണ്. ഉണ്ടെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡൈക്കാരിയോട്ടിക് മൈസീലിയം, അതായത് ബെസീഡിയോ കാർപ്പ് എന്ന് പറയുന്ന ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അവയിൽ കാരിയോഗമി ഒക്കെ നടന്നിട്ട് ബെസീഡിയം ഫോം ചെയ്യുന്നുണ്ട്. മിയോസിസ് നടക്കും കാരിയോഗമി ഫോളോ ചെയ്തതിനു ശേഷം. 4 ബെസീഡിയോസ്പോർ ആണ് ജനറലി എക്സ്റ്റേണലി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബെസീഡിയോസ്പോർ പ്രൈമറി മൈസീലിയം ഉണ്ടാവുന്നു. അവയ്ക്ക് പ്ലാസ്മോഗമി നടന്ന് ഡൈക്കാരിയോട്ടിക് സെക്കൻഡറി മൈസീലിയം ഉണ്ടായി ബെസീഡിയം ഫോം ചെയ്ത് കാരിയോഗമി, മിയോസിസ്, ബെസീഡിയോസ്പോർ. ഇതിന്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു എക്സാമ്പിൾസ് ഓരോ പ്രോസസ്സും ബേസ് ചെയ്തിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗാരക്കസ് ആണ്. മഷ്റൂം വരുന്ന ഫാമിലിയാണ് ബെസീഡിയോമൈസിഡ്സ്. പക്സീനിയ, യൂസ്റ്റ്ലാഗോ, പോളിപോറസ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ വരുന്നത്. നെക്സ്റ്റ് ആണ് ഡ്യൂട്ടറോമൈസിഡ്സ്, അതായത് ഫംഗൈ ഇംപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് പറയുന്നതാണ്. കാരണം അവയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഹാസ് നോട്ട് ബീൻ ഒബ്സർവ്ഡ് ആണ് അല്ലെങ്കിൽ അൺനോൺ ആണ്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊനീഡിയ വഴിയാണ്. മൈസീലിയം യൂഷ്വലി സെപ്റ്റേറ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. മെയിൻലി സാപ്രോഫൈറ്റിക് ആൻഡ് പാത്തോജനിക് ആയിട്ടുള്ള ഫംഗസ് ആണ് ഡ്യൂട്ടറോമൈസിഡ്സ്. കൊനീഡിയ ആണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. സെക്ഷൽ ആബ്സെന്റ് ആണ്. എക്സാമ്പിൾ ആൾട്ടർനേരിയ, കളറ്റോട്രിക്കം, ട്രൈക്കോഡർമിയ ഒക്കെയാണ്. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് അതായത് സെക്ഷുവൽ സ്റ്റേജ് ഓഫ് വെൻ ദ സെക്ഷുവൽ സ്റ്റേജ് ഓഫ് എ മെമ്പർ ഈസ് ഡിസ്കവേർഡ് ഇറ്റ് മേ ബി ട്രാൻസ്ഫേർഡ് ടു അപ്രോപ്രിയേറ്റ് സെക്ഷുവൽ ഗ്രൂപ്പ്. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കണ്ടുപിടിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇവ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പിലോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കണ്ടുപിടിക്കുകയാണെങ്കിൽ അവ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ട് ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് മാറ്റുന്നതായിരിക്കും. ദെൻ അവയുടെ ഇമ്പോർട്ടൻസ് ആണ്. കോമൺലി ഫംഗസിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഫുഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് എന്താ, മഷ്റൂം ഫുഡായിട്ട്, ഈസ്റ്റ് ബേക്കിംഗ് ഫെർമെന്റേഷനിലൊക്കെയാണ്. സക്കാറോമൈസസ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ബ്രെഡ്. ആന്റിബയോട്ടിക് ആയിട്ട് പെനിസിലിയം എന്ന് പറയുന്നത് പെനിസിലിൻ എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ്. ഇൻഡസ്ട്രിയൽ ആയിട്ട് കുറെ ഓർഗാനിക് ആസിഡ്സും എൻസൈംസും പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഫംഗസും ബാക്ടീരിയ ആണ് പ്രധാനപ്പെട്ട ഡീകമ്പോസേഴ്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ അഗ്രികൾച്ചർ മൈക്കോറൈസൽ ഫംഗൈ മിനറൽ ആൻഡ് ന്യൂട്രിയൻ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബയോ കൺട്രോളിങ് ഏജന്റ് ആയിട്ടും. ദെൻ ഈ ഒരു ട്രൈക്കോഡർമ എന്നൊക്കെ പറയുന്നതും എന്താ പ്ലാന്റ് ഡിസീസ് മാനേജ്മെന്റിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്റ്റും ഉണ്ട് പ്ലാന്റ്സിനും ആനിമൽസിനും ഹ്യൂമൻസിലും. ദെൻ ഇവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസിനെ നമ്മൾ മൈക്കോടോക്സിൻസ് എന്നാണ് പറയുന്നത്. ഫുഡ് സ്പോയിൽ ചെയ്യാൻ ഈ ഒരു ഫംഗൽ ഗ്രോത്ത് ഒക്കെ ഫുഡ് സ്പോയിലിങ്ങിനും സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് മെയിൻലി ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂള് ലൈക്കനോളജി ആണ്. അപ്പൊ ലൈക്കൻസ് എന്ന് പറയുമ്പോൾ എന്താ, ഫംഗസും ആൽഗയും തമ്മിലുള്ള ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. എന്താ അല്ലെങ്കിൽ ഫംഗസും ഒരു ഫോട്ടോസിന്തറ്റിക് പാർട്ട്ണറും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനെയാണ് ലൈക്കൻ എന്ന് പറയുന്നത്. അതിൽ ഫംഗൽ പാർട്ട്ണറിനെ നമ്മൾ മൈക്കോബയോണ്ട് എന്നും ആൽഗൽ പാർട്ട്ണറിനെ അല്ലെങ്കിൽ സൈനോബാക്ടീരിയൽ പാർട്ട്ണറും ആകാം, അതിനെ ഫോട്ടോബയോണ്ട് എന്നും വിളിക്കുന്നുണ്ട്. ദെൻ ഫംഗസ് മെയിൻ ആയിട്ട് എന്താണ്, ഷെൽട്ടറും മിനറൽസും വാട്ടറും ഒക്കെ കൊടുക്കുകയാണ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് ഫോട്ടോബയോണ്ട് ഓർഗാനിക് ഫുഡിനെ ഉണ്ടാക്കും ഫോട്ടോസിന്തസിസ് വഴി. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സിംബയോട്ടിക് അസോസിയേഷൻ അല്ലെങ്കിൽ മ്യൂച്വലിസ്റ്റിക് ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈക്കൻ ഇവയുടെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രോത്ത് ഫോംസ് ബേസ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് ക്രസ്റ്റോസ്, ഫോളിയോസ്, ഫ്രൂട്ടിക്കോസ് ലൈക്കൻ ആണ് ഉള്ളത്. അതിൽ ക്രസ്റ്റോസ് ക്രസ്റ്റ് ലൈക്ക് ആണ്, അതായത് അവ സബ്സ്ട്രാറ്റത്തിൽ അത്രയും ഹാർഡ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സബ്സ്ട്രാറ്റത്തിൽ നിന്ന് ഡാമേജ് ഇല്ലാതെ അവയെ ഡിഫിക്കൽട്ട് ആയിട്ട് റിമൂവ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. ദെൻ ഫോളിയോസ് ലൈക്കൻ, ഫോളിയോസ് ലീഫ് ലൈക്ക് ആയിട്ടുള്ള ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും. സബ്സ്ട്രാറ്റത്തിൽ ലൂസ്ലി അറേഞ്ച്ഡ് ആണ്, അവയ്ക്ക് ലോബ് പ്രസന്റ് ആണ്. ദെൻ ഫ്രൂട്ടിക്കോസ് എന്ന് പറയുമ്പോൾ കുറച്ച് ഷ്രബി ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് അല്ലെങ്കിൽ ഹെയർ ലൈക്ക് ആയിട്ടുള്ളതാണ് ഫ്രൂട്ടിക്കോസ് ലൈക്കൺ. യൂഷ്വലി ഇറക്റ്റ് അല്ലെങ്കിൽ പെൻഡുലസ് ആയിട്ടുള്ളതായിരിക്കും. അസ്നിയ ഒരു ഫ്രൂട്ടിക്കോസ് ലൈക്കൺ ആണ്. ഇവിടെ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സിംഗിൾ അറ്റാച്ച്മെന്റ് മാത്രമേ സബ്സ്ട്രാറ്റത്തിൽ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ആ ഒരു സ്ട്രക്ചർ, ലൈക്കന്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലൈക്കൻ താലസ് എന്ന് പറയുമ്പോൾ ഒരു
അപ്പർ കോർട്ടക്സ് ആണ്, ഏറ്റവും പുറമേയുള്ള ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അതിൽ ഫംഗൽ ഹൈഫയാണ്, കോമ്പാക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഫംഗൽ ഹൈഫയാണ് ഉണ്ടായിരിക്കുക. തൊട്ട് താഴെയായിട്ട് ഒരു ആൽഗൽ ലെയർ ആണ് ഫോട്ടോസിന്തറ്റിക് റീജിയൻ എന്ന് പറയാം. അതിനുശേഷം മെഡുല്ലി ഉണ്ട്. ആ ഒരു മെഡുല്ലിയിലും എന്താണ്, ഫംഗൽ ഹൈഫൈ ലൂസ്ലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഫംഗൽ ഹൈഫയാണ് ഉണ്ടായിരിക്കുക. സ്റ്റോറേജ് ആൻഡ് എയറേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ലോവർ കോർട്ടക്സ് എന്ന് പറയുമ്പോൾ കുറെ ഫോളിയോസ് ലൈക്കൻസ് ആണ് പ്രസന്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ. റൈസീൻസ് അതായത് റൂട്ട് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആണ്. അറ്റാച്ച്മെന്റിന് കൂടിയും എന്താ അബ്സോർപ്ഷനും കൂടിയും മെയിൻ ആയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് ലൈക്കനോളജിയിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്.